ഇപ്പൊ 2 തവണ പാടി കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് ഇല്ല പാടുന്നൊക്കെ ഇവര് കറക്റ്റ് ചെയ്ത് തന്നാൽ എനിക്കിത് പാടി പഠിക്കാൻ പറ്റുന്നില്ല. പാടാൻ പറ്റാത്ത തൊണ്ടയ്ക്ക് കുഴപ്പമുണ്ടായിട്ടോ ഒന്നുമല്ല, റോങ് സിംഗിങ് ടെക്നിക്കാണ്. എനിക്കൊരു പ്രോഗ്രാം കഴിഞ്ഞ അടുത്ത ദിവസം ബാക്ക് ടു ബാക്ക് ഷോസ് ഒരു 7 കൊല്ലം മുമ്പ്, ഓക്കെ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത ദിവസം പാടാൻ ഒച്ചയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നമാണിത്, റോങ് സിംഗിങ് ആണ്, ടെക്നീക്ക് തെറ്റിയിട്ടാണ്. രമ്യ ഇവിടുന്നാ പാടുന്നേ, അത് പുഷ് ചെയ്യേണ്ടത് ഇവിടുന്നാമാ, നീ ത്രോട്ട് എന്നാണ് പുഷ് ചെയ്യണേ. അപ്പൊ ത്രോട്ടിൽ നിന്ന് പുഷ് ചെയ്ത് ത്രോട്ട് കുറച്ച് കഴിയുമ്പോൾ അടയും. ത്രോട്ടിന് സ്ട്രെസ് വരുന്നതാണ് ഈ സാധനം. ത്രോട്ട് നല്ല പാടണ്ടേ. എന്തു പറഞ്ഞാലും നീ, ഇതല്ല, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ, ഇവിടുന്നാണ് വന്നെ. ഇവിടുന്ന് ആ റെസനൻസ് വരണം. അപ്പൊ ത്രോട്ട് വളരെ നോർമലായിട്ടിരിക്കും. ഇത് അൺലേൺ ചെയ്യാനായിട്ട് എനിക്ക് 6 മാസം എടുത്തു. അൺലേൺ ചെയ്ത് അൺലേൺ ചെയ്യാനായിട്ടൊരു പ്രോസസ്സാണ്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വയസ്സാവും തോറും നമ്മൾ റോങ് ടെക്നിക്കിൽ പാടിക്കൊണ്ടിരുന്ന നമ്മുടെ ശരീരത്തിനനുസരിച്ച് ആ നേരത്ത് യങ് ആയിട്ടിരിക്കുമ്പോൾ അതങ്ങ് പൊക്കോളും, ആ ഒരു ഓളത്തിലങ്ങ് പോവും. വയസ്സാവുമ്പോൾ നമ്മുടെ മസിലും എല്ലാം നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കുക, ഡിറ്റീരിയോറേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ആ നേരത്ത് നമ്മളുടെ ശരീരത്തിന്, ചേച്ചി പറഞ്ഞ പോലെ യോർ സൈസ്, യോർ ത്രോട്ടിനനുസരിച്ച് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് പാടാൻ പറ്റില്ല. അത്രയും കാലം നമ്മൾ പാടിയും കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടത് വരും.